ജയ്ഹിന്ദ് ചാനലിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പീഡനം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാളയത്തിൽ തന്നെ പടയാണെന്ന പൊതുവെയുള്ള വിമർശനവുമുണ്ട്. കാരണം ഈ വിഷയങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന വിഷയങ്ങളൊക്കെ തന്നെ അയാളുടെ സുഹൃത്തുക്കളാണ് ചോർത്തി തന്നതെന്ന്, അതായത് ഫണ്ട് തട്ടിപ്പിനും തോളത്ത് കൈയിട്ട് എല്ലാ ഇടങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ചോർത്തി തന്നതെന്ന് ഈ പറയപ്പെടുന്ന 6 പരാതിക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതികളിൽ മിക്കവാറും എല്ലാ ആളുകളും തന്നെ എടുത്തെടുത്ത് പറയുന്നതാണ് നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ തന്നെയാണ്, അല്ലാതെ ഇതാരും ഏതെങ്കിലും CPM-കാർ ചോർത്തി തന്നതൊന്നുമല്ല എന്ന് അവർ പറയുന്നുണ്ട്. ആ വിമർശനങ്ങൾ പാർട്ടി നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസും ഇതിൻ്റെ കറ കഴുകിക്കളയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഓടിച്ചിട്ട് പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട MLA ചെയ്തു വച്ച ഇത്തരം വൃത്തികേടുകളുടെ കറ കഴുകിക്കളയാൻ യൂത്ത് കോൺഗ്രസും ശ്രമിക്കുന്നതിനിടെയാണ് ജയ്ഹിന്ദ് ചാനൽ ഒരു മുട്ടൻ പണി രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ആ പണി എന്നല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ട്രാൻസ്ജെൻഡർ ഒരു വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. അവന്തികയെ ഒരു പരിപാടിക്ക് അതിഥിയായി ക്ഷണിച്ചിരിക്കുകയാണ്. ക്ഷണിക്കുക മാത്രമല്ല, ഷൂട്ടും കഴിഞ്ഞു. 16-ാം തീയതി, കഴിഞ്ഞ ഓഗസ്റ്റ് 16-ാം തീയതി തിരുവനന്തപുരത്തെ ഒരു വലിയ ആഡംബര ഹോട്ടലിൽ വെച്ച് ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. സൗഹൃദ പൂക്കളം എന്ന പേരിലാണ് പരിപാടി. പോരാത്തതിന് എറണാകുളത്ത് നിന്ന് ഇവരെയൊക്കെ, ഇത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആളുകളെ ഇവിടെ എത്തിച്ച് സൗഹൃദ പൂക്കളം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ച് ഉത്രാടത്തിന് സംപ്രേഷണം ചെയ്യാനാണ് ടെലിവിഷൻ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടോ പാർട്ടിയോടോ എന്തെങ്കിലും കടപ്പാട് ജയ്ഹിന്ദിനുണ്ടോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച ഒരാളെ കൊണ്ട് തന്നെ ഈ ഉത്രാടത്തിന് പരിപാടി ചെയ്യിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമാണോ? ഈ വാട്സപ്പിലും അതുപോലെ തന്നെ ഫോണിലൂടെയുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള അപവാദങ്ങൾ സൗഹൃദ സദസ്സിൽ പറയുന്നുണ്ട് എന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും, മിക്കവാറും എല്ലാവരും ഒളിവിൽ തന്നെയാണ്, രഹസ്യമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റാളുകൾക്ക് ചോർത്തിക്കൊടുത്തിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും കരിവാരിത്തേക്കണം, അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാക്കണം, അയാൾ ചവിട്ടിത്തേച്ച ആളുകൾക്ക് നീതി ലഭിക്കണം എന്നൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒറ്റുകൊടുക്കൽ നടന്നത്. അതൊക്കെ രഹസ്യമായിരുന്നു. പക്ഷേ ഇതാ പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച അവന്തികയെ അതിഥിയായി കൊണ്ടുവന്നിരിക്കുകയാണ് ജയ്ഹിന്ദ് എന്ന് പറയുന്ന പാർട്ടി ചാനൽ. ഒരിക്കലും കൈരളി ഇമാതിരി പരിപാടി ചെയ്യില്ല. കൈരളി TV-യോ ദേശാഭിമാനിയോ ഇങ്ങനെ പാർട്ടിക്ക് വിരുദ്ധമായി പാർട്ടിയെ താറടിച്ച് നടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് താരശോഭയിൽ, സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അവർക്ക് പ്രതിഫലമൊക്കെ കൊടുത്ത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കൊണ്ടുവരില്ല. ഇനി ജനമോ ജന്മഭൂമിയോ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവരും ചെയ്യില്ല. പാർട്ടിക്ക് എതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ആളുകളാണ് അവരെ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യവും ജനത്തിനോ CPM-ന്റെ ചാനലായ കൈരളിക്കോ ഇല്ല. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ജനപ്രിയ ചാനലായ ജയ്ഹിന്ദ് ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നത്. ഇത് MD ഷിജുവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം, ചാനലിൻ്റെ MD ആയ ഷിജുവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ അഭിമുഖം തയ്യാറാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ഈ അഭിമുഖത്തിന് പ്രൊഡ്യൂസർ സരിത റാമും ഇത് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇതെടുത്തിട്ടുള്ളത്. ഞാൻ ഇവരുടെയൊക്കെ പേര് പറയുന്നത്, ഈ പേരുകൾ ഇപ്പോഴെങ്കിലും പരസ്യമാകണമല്ലോ. എല്ലാം രഹസ്യമാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറാണ് ചെയ്തത്, വനിതാ പ്രൊഡ്യൂസറാണ് ചെയ്തത്, ഇങ്ങനെ MD ആണിത് പറഞ്ഞത് എന്ന് പറയുന്നില്ല. കൃത്യമായി ഞാൻ പറയുകയാണ്, പ്രൊഡ്യൂസർ സരിത റാമാണ്. സരിത റാമാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ളത്. എറണാകുളത്തു നിന്ന് വന്ന ഇവർക്ക് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആർക്കെങ്കിലും ജയ്ഹിന്ദിൻ്റെ അക്കൗണ്ടോ ഇതൊക്കെ സ്റ്റാറ്റസൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ ഞാൻ പറയുന്നത് കള്ളമാണോ ശരിയാണോ. ഇനി ഇതിൻ്റെ കോർഡിനേറ്റർ ഒരു പരമ ഗംഭീര കക്ഷിയാണ്, നമ്മുടെ കുറ്റിച്ചൽ സ്വദേശിയാണ്. ലൈറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ജയ്ഹിന്ദിൽ കയറുന്നത്. അയാളുടെ പേര് സാജൻ ഉത്തരാങ്കോടിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നിങ്ങൾ ചെന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അയാൾ എമ്മാതിരിയുള്ള ഒരു വിട്ടിലിൻ്റെ സ്വഭാവം, വിട്ടിലല്ല ഈ തത്തിക്കളിക്കുന്ന വിട്ടിലിൻ്റെ സ്വഭാവമുള്ള ആളാണ്. അല്ലെങ്കിൽ ഒരു ചാവേർ എന്നൊക്കെ പറയാം, കോൺഗ്രസിൻ്റെ ചാവേർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ഈ സാജൻ ഉത്തരാങ്കോട്. എന്തെങ്കിലും തിരുവനന്തപുരത്ത് സമരമോ അടിപിടി അക്രമമോ ഒക്കെ ഉണ്ടാകുന്ന സമരങ്ങൾ ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് തീ എറിഞ്ഞല്ലോ, അതായത് പോലീസുകാർക്കെതിരെ തീപ്പന്തം പറഞ്ഞല്ലോ. അതിലൊക്കെ മുന്നിൽ നിന്ന വ്യക്തിയാണ് ഈ സാജൻ ഉത്തരാങ്കോട്. പക്ഷെ സാജൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഗംഭീര ബുദ്ധിയാണ്, കഴുത ബുദ്ധിയൊന്നുമല്ല, അതിഭീകര ബുദ്ധിയാണ്. ഇയാൾ ചെയ്യുന്നത്, ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇങ്ങനെ സമരത്തിലാണ് പോകുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ വീട്ടിൽ തന്നെ വെക്കും. അയാളുടെ മൊബൈൽ ഫോൺ അയാൾ എടുക്കില്ല. നേരെ ബസ് കയറി ഇവിടെ വരുന്നു, സമരത്തിൽ പങ്കെടുക്കുന്നു. നേരെ പോലീസിൻ്റെ പള്ളക്കിട്ടെറിയുന്നു, പല അക്രമങ്ങളും കാണിച്ചിട്ട് ഇയാൾ സ്കൂട്ട് ചെയ്യും. അപ്പോൾ മുന്നിൽ നിരയിൽ നിൽക്കുന്ന നേതാക്കളുടെ പേരുകളിൽ പോലീസ് കേസെടുക്കും. ഇവനെ തപ്പി നോക്കുമ്പോൾ
ഈ സാജൻ ഉത്തരാങ്കോട് ഇങ്ങനെ ഒരുത്തനുണ്ടല്ലോ, അത് സാജൻ ഉത്തരാങ്കോടല്ലേ? അപ്പോൾ അയാളെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ലൊക്കേറ്റ് ചെയ്ത് നോക്കാം, മൊബൈൽ ഫോണൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ടവർ ലൊക്കേഷൻ നാട്ടിൽ തന്നെയാണ്. അയാൾ ഈ തിരുവനന്തപുരത്തേ വന്നിട്ടില്ല, തിരുവനന്തപുരത്തേ ഇല്ല. അതുപോലെയാണ് ഈ ക്ലിഫ് ഹൗസിലെ ഈ തീപ്പന്തം എറിഞ്ഞ സംഭവത്തിലും സാജൻ ഉത്തരാങ്കോട്. നിങ്ങൾ ആ വിഷ്വൽ മീഡിയകളിലെ വന്ന ഫുട്ടേജുകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ മനുഷ്യനുണ്ടതിനകത്ത്. ഇയാളുടെ പൊക്കമൊക്കെ വളരെ കുറവാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. എവിടെയെങ്കിലും നുഴഞ്ഞു കയറി എന്തെങ്കിലും ഈ കന്നന്തുരു കാണിച്ചിട്ട് മുങ്ങുന്ന പരിപാടിയാണ്. അങ്ങനെ സാജൻ ഉത്തരാങ്കോട് ആണ് ഈ പരിപാടിയുടെ, അവന്തികയെ കൊണ്ടുവന്ന പരിപാടിയുടെ കോർഡിനേറ്റർ. അതായത് പ്രത്യക്ഷത്തിൽ ഞാൻ കോൺഗ്രസിൻ്റെ ചാവേറാണെന്ന് പറയുകയും ഞാൻ അതിനുവേണ്ടി എന്ന് മരിക്കാൻ വരെ തയ്യാറാണ്, എന്തും ചെയ്തു കളയുമെന്ന് പറയുകയും പരോക്ഷമായി പാർട്ടിയെ തന്നെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന ശുദ്ധ മലയാളത്തിലെ ഒരു വാക്ക് പോക്കൃത്തരമെന്നാണ്, നമുക്ക് സഭ്യമായി പറയാൻ പറ്റുകയില്ലെങ്കിലും അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്ന വ്യക്തിയാണ് ഈ സാജൻ ഉത്തരാങ്കോടൊക്കെ. അപ്പോൾ സാജൻ ഉത്തരാങ്കോടാണ് പ്രോഗ്രാം കോർഡിനേറ്റർ, സരിതാ റാമാണ് പ്രൊഡ്യൂസർ. ഇത് MD-യുടെ പ്രത്യേക ശുപാർശ പ്രകാരം ചെയ്ത പരിപാടിയാണ്, ഷിജുവിൻ്റെ പ്രത്യേക ശുപാർശ പ്രകാരം ചെയ്ത പരിപാടിയുമാണ്. ഈ വന്ന അവന്തികയ്ക്കും കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ജയ്ഹിന്ദ് റെമ്യൂണറേഷനും കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച് ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു പിഴച്ചു നിങ്ങളോട്? നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ രഹസ്യമായും കള്ളപ്പേരിലുമൊക്കെ രാഹുലിനെതിരെ പടയൊരുക്കം നടത്തുന്നുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊസ്രാക്കൊള്ളിയൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായി ജയ്ഹിന്ദിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച അവന്തികയെ കൊണ്ടുവന്നിരുത്തി സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അവർക്ക് താരപരിവേഷം നൽകേണ്ട ആവശ്യമുണ്ടോ എന്ന് ജയ്ഹിന്ദ് ആത്മപരിശോധന നടത്തണം. അതുപോലെ കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ആണോ ചാനലിൽ വച്ചിരിക്കുന്നത്? ചുമ്മാ അതല്ല പാർട്ടിക്ക് ഈ ചാനൽ കൊണ്ട് ഒരു ഗുണവും കിട്ടാത്തതെന്ന് തിരിച്ചറിയുന്നതും നല്ലതായിരിക്കും.